എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ സർവകലാശാല ഡിഗ്രി അഫിലിയേറ്റഡ് കോളേജുകളിലേക്കുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഫിലിയേറ്റഡ് കോളേജുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അതായത് ഡിഗ്രി അഫിലിയേറ്റഡ് കോളേജുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക. നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ സെർച്ച് ചെയ്യുക. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി അഡ്മിഷൻസിൻ്റെ ഒരു ലിങ്ക് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ആ പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അഫിലിയേറ്റഡ് കോളേജസ് എന്നത് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വെരിഫിക്കേഷൻ കോഡും നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതായത് കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. സോറി, യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയവരും കിട്ടാത്തവരും ഇനി ചെയ്യേണ്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. കിട്ടിയ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം, നിങ്ങളിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടി എന്ന് വിചാരിച്ചോ, നിങ്ങൾ അവിടെ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനങ്ങൾ വഴിയോ പണമടച്ച് എന്ത് ചെയ്യുക, അതായത് ആ പണമടച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, സീറ്റ് ബുക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചാൽ അപ്പോൾ അപ്പോൾ അവർ ചോദിക്കും എപ്പോഴാണ് പിന്നെ അഡ്മിഷൻ എടുക്കേണ്ടത്. അത് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിക്കഴിയുമ്പോഴാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു സീറ്റ് ലഭിച്ചാൽ, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ ആ സീറ്റ് ബുക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അഥവാ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ആ സീറ്റ് ക്യാൻസൽ ചെയ്യപ്പെടുന്നതായിരിക്കും. ഒപ്പം നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും പുറത്താക്കപ്പെടുന്നതുമായിരിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടത്. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം, അലോട്ട്മെൻറ്റിൽ നൽകിയ വിവരങ്ങളും, അത് TC, കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ്, പിന്നെ എന്താണ് +2 മാർക്ക് ലിസ്റ്റ്, SLCയുടെ ആവശ്യമുണ്ടോ എന്ന് അറിയത്തില്ല, കയ്യിലെടുത്തോ, പിന്നെ NSS, NCC, അങ്ങനെ എന്തെങ്കിലും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ബോണസ് പോയിൻറ്റിന് അർഹതയുണ്ടെങ്കിൽ അങ്ങനെ എടുത്തോ. എന്തൊക്കെ രേഖകളുണ്ടോ എല്ലാം എടുത്തോ കേട്ടോ, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തൊക്കെ രേഖകളുണ്ടോ അതെല്ലാം എടുത്തോ. പിന്നെ ഇതൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ ചെയ്യേണ്ടത്. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ഇനി എന്താണ് ചെയ്യേണ്ടത്, കിട്ടാത്ത വിദ്യാർത്ഥികളൊന്നും ചെയ്യാനില്ല. നെക്സ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അല്ലാതെ ഇനി എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നെക്സ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ എന്ത് ചെയ്തോളുക, അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ടെക്, ദ കരിയർ ഗൈഡ്, ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.